Dear students, we shall continue our discussions on meetings, essentials of a valid meeting. And in this video, we shall discuss about methods of ascertaining sense of meeting. ഒരു മീറ്റിങ്ങിൽ പ്രസൻ്റ് ആയിരിക്കുന്ന മെമ്പേഴ്സിൻ്റെ ഒപ്പീനിയൻ അല്ലെങ്കിൽ സെൻസ്, അവരുടെ താല്പര്യം അറിയുന്നതിന് വേണ്ടി എന്തൊക്കെ മെത്തേഡ്സാണ് ഒരു കമ്പനി മീറ്റിങ്ങിൽ അഡോപ്റ്റ് ചെയ്യുന്നത്. മെത്തേഡ്സ് ഓഫ് അസർട്ടൈനിങ് സെൻസ് ഓഫ് എ മീറ്റിംഗ്. മീറ്റിംഗ് എന്ന് പറയുന്നത് വോട്ടിംഗ് ആണ് പ്രധാനമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദി ഓബ്ജക്റ്റ് ഓഫ് ഹോൾഡിംഗ് മീറ്റിംഗ് ഈസ് ടു ഡിസ്കസ് സം സ്പെസിഫിക് ഇഷ്യൂസ് ആൻഡ് ടേക്ക് ഡിസിഷൻസ് ഓൺ ദം. കമ്പനി മീറ്റിങ്ങുകൾ എന്തിനു വേണ്ടിയിട്ടാണ്? എന്തെങ്കിലും പ്രത്യേക ഇഷ്യൂസിനെ കുറിച്ച് ഡിസ്കഷൻ നടത്തുകയും അതിലൊരു തീരുമാനം എത്തുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ജനറലി after certain matters are discussed at large, the decision in favor or against is taken by vote. സാധാരണ ഒരു മീറ്റിങ്ങിൽ ഏതെങ്കിലും പ്രത്യേക ഇഷ്യൂസ് ഡിസ്കസ് ചെയ്തതിന് ശേഷം അതിനെക്കുറിച്ചൊരു തീരുമാനം എടുക്കുന്ന എന്താണ്? ബൈ മീൻസ് ഓഫ് വോട്ടായിരിക്കും. അതിനെക്കുറിച്ച് വോട്ടെടുപ്പ് ആവശ്യമായിട്ട് വന്നാൽ ഇറ്റ് ക്യാൻ ബി ഐദർ വോയിസ് വോട്ട് അല്ലെങ്കിൽ ഷോ ഓഫ് ഹാൻഡ്സ്, പല മെത്തഡുണ്ട്. ദെൻ ദിസ് ഈസ് നോൺ ആസ് അസർട്ടൈനിങ് ദി സെൻസ് ഓഫ് ദി മീറ്റിംഗ്. ഇത് ജനറലി ആഫ്റ്റർ സർട്ടൻ മാറ്റേഴ്സ് ആർ ഡിസ്കസ് അറ്റ് ലാർജ്, ദി ഡിസിഷൻ ഇൻ ഫേവർ ഓർ അഗൻസ്റ്റ് ഈസ് ടേക്കൺ ബൈ വോട്ട്. അപ്പോൾ എന്താ, ഒരു മീറ്റിങ്ങിൽ മാറ്റേഴ്സ് ഡിസ്കസ് ചെയ്തതിന് ശേഷം വോട്ടിങ്ങിലൂടെ അതിനെക്കുറിച്ചൊരു തീരുമാനം എടുക്കുന്നതിനാണ് നമ്മൾ സെൻസ് ഓഫ് എ മീറ്റിംഗ് എന്ന് പറയുന്നത്. വെൻ എ ഡിസ്കഷൻ ഓൺ എ മോഷൻ ഈസ് ഓവർ, ദി ചെയർമാൻ ഹാസ് ടു അസർട്ടൈൻ ദി സെൻസ് ഓഫ് ദി മീറ്റിംഗ് ആൻഡ് ഡിക്ലെയർ ദി റിസൾട്ട് ആഫ്റ്റർ വോട്ടിംഗ്. ഒരു മോഷൻ ഡിസ്കഷൻ കഴിയുമ്പോൾ ചെയർമാൻ ആ മീറ്റിങ്ങിൽ പ്രസൻ്റ് ആയിരിക്കുന്നതിൻ്റെ ഒപ്പീനിയൻ എന്താണ് അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയായിരിക്കും പലപ്പോഴും വോട്ടിങ്ങിന് ഡിക്ലെയർ ചെയ്യുന്ന അല്ലെങ്കിൽ വോട്ടിംഗ് പ്രഖ്യാപിക്കുന്നത്. ദർ ആർ സെവറൽ മെത്തേഡ്സ് ബൈ വിച്ച് ദി ചെയർമാൻ ക്യാൻ അസർട്ടൈൻ ദി സെൻസ് ഓഫ് മീറ്റിംഗ്. ദീസ് ആർ ആസ് ഫോളോസ്. ഈ മെത്തേഡ്സ് ഓഫ് അസർട്ടൈനിങ് ദി സെൻസ് ഓഫ് മീറ്റിംഗ് ഇത് 5 മാർക്കിന് ചോദിക്കാവുന്ന ഒരു പോർഷനാണ്. അപ്പം പ്രധാനമായിട്ടും ഒരു മീറ്റിങ്ങിൽ പ്രസൻ്റ് ആയിരിക്കുന്നവരുടെ സെൻസ് അല്ലെങ്കിൽ അവരുടെ ഒപ്പീനിയൻ അറിയുന്നതിന് വേണ്ടി ഫോളോ ചെയ്യുന്ന മെത്തേഡുകളിൽ പ്രധാനപ്പെട്ടൊരു മെത്തേഡാണ് ഷോ ഓഫ് ഹാൻഡ്സ്. നമ്മളെന്താ, ഫേവർ ആയിട്ടുള്ളവരും എഗൻസ്റ്റ് ആയിരിക്കുന്നവരും അവരുടെ കൈ ഉയർത്തി കാണിക്കുന്നു. ഇത് പാർലമെൻറ്റിലും അസംബ്ലിയിലും ഒക്കെ ചെയ്യുന്നൊരു മെത്തേഡാണ്. അറ്റ് എനി ജനറൽ മീറ്റിംഗ് എ റെസൊല്യൂഷൻ പുട്ട് ദി വോട്ട് ഓഫ് ദി മീറ്റിംഗ് ഈസ് യൂഷ്വലി ഡിസൈഡഡ് ഓൺ ഷോ ഓഫ് ഹാൻഡ്സ്. അപ്പോൾ സാധാരണയായിട്ട് ഒരു ജനറൽ മീറ്റിങ്ങിൽ റെസൊല്യൂഷൻസിൽ സെൻസ് അറിയുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒപ്പീനിയൻ തീരുമാനമെടുക്കുന്നത് ഷോ ഓഫ് ഹാൻഡ്സ് ആണ്. അപ്പം കൈപൊക്കുന്നവരുടെ എണ്ണം കൗണ്ട് ചെയ്യും ഇൻ ഫേവർ ആൻഡ് എഗൻസ്റ്റ് എ മോഷൻ. ദെൻ അണ്ടർ ദിസ് മെത്തേഡ് ദി ചെയർമാൻ ആസ്ക്സ് ദി മെമ്പേഴ്സ് ടു റൈസ് ദെയർ ഹാൻഡ്സ് ഹു ആർ ഇൻ ഫേവർ ഓഫ് ദി മോഷൻ. ഒരു മോഷനെ അനുകൂലിക്കുന്നവരോട് ആദ്യം കൈ ഉയർത്താൻ ആവശ്യപ്പെടും. ദെൻ ഹി കൗണ്ട്സ് ദി നമ്പർ ഓഫ് ഹാൻഡ്സ് റൈസ്. സിമിലർലി he asks the members who against the motion to raise their hands, then he counts them and declares the result. ഒരു മോഷൻ്റെ മേലുള്ള ഡിസ്കഷൻ കഴിയുമ്പോൾ ചെയർമാൻ ആ മോഷനെ അനുകൂലിക്കുന്നവരോട് ആദ്യം കൈ ഉയർത്താൻ പറയും. അനുകൂലിക്കുന്നവർ കൈ ഉയർത്തി കഴിയുമ്പോൾ അതിൻ്റെ നമ്പർ എടുക്കും. പിന്നീട് ആ മോഷനെ എതിർക്കുന്നവരോട് കൈ ഉയർത്താൻ പറയും, അതിൻ്റെയും നമ്പർ എടുക്കും. ഇതിൽ ഏത് ഭാഗത്താണോ കൂടുതൽ വന്നിരിക്കുന്നത് അതിനനുസരിച്ച് ചെയർമാൻ ഡിക്ലറേഷൻ നടക്കും. ഒന്നെങ്കിൽ മോഷൻ പാസ്സായതായിട്ട് ഡിക്ലറേഷൻ കൊടുക്കും, അല്ലെങ്കിൽ ആ മോഷൻ ഫെയിൽ ആയതായിട്ട് ഡിക്ലറേഷൻ കൊടുക്കും. എ ഡിക്ലറേഷൻ ബൈ ദി ചെയർമാൻ ഓഫ് ദി മീറ്റിംഗ് ഓഫ് ദി പാസിംഗ് ഓഫ് എ റെസൊല്യൂഷൻ ഓർ അതർവൈസ് ബൈ ഷോ ഓഫ് ഹാൻഡ്സ് ആൻഡ് ആൻ എൻട്രി ടു ദാറ്റ് ഇഫക്റ്റ് ഇൻ ദി ബുക്സ് കണ്ടെയ്നിങ് ദി മിനിറ്റ്സ് ഓഫ് ദി മീറ്റിംഗ് ഓഫ് ദി കമ്പനി ഷാൽ ബി കൺക്ലൂസീവ് എവിഡൻസ് ഓഫ് ദി ഫാക്ട് ഓഫ് പാസിംഗ് സച്ച് എ റെസൊല്യൂഷൻ ഓർ അതർവൈസ്. അപ്പോൾ എന്താ, അതിൻ്റെ ഒരു മോഷനെക്കുറിച്ച് ചെയർമാൻ്റെ തീരുമാനം ഡിക്ലെയർ ചെയ്യുന്നു. അത് മിനിറ്റ്സ് ബുക്കിൽ എൻ്റർ ചെയ്യുന്നതും എന്താണ്, ആ ഒരു മോഷൻ്റെ ഒരു ഫൈനൽ ഡിസിഷനായിട്ട് മാറുന്നു. അതോടുകൂടി ആ റെസൊല്യൂഷൻ ഒന്നെങ്കിൽ പാസ്സായതായിട്ട് കണക്കാക്കും, അല്ലെങ്കിൽ അത് ഫെയിൽ ആയതായിട്ട് കണക്കാക്കും. ദെൻ ദി സെക്കൻഡ് മെത്തേഡ് ഈസ് വോട്ടിംഗ് ത്രൂ ഇലക്ട്രോണിക് മീൻസ്. ദിസ് ഇസ് എൻ ഓപ്ഷൻ ന്യൂലി ഇൻട്രൊഡ്യൂസ്ഡ് ബൈ കമ്പനീസ് ആക്ട് 2013. അപ്പം ഇലക്ട്രോണിക് വോട്ടിംഗ് അല്ലെങ്കിൽ ഇ വോട്ടിംഗ് 2013 കമ്പനീസ് ആക്ടിലാണ് ആദ്യമായിട്ട് അതിന് അനുവാദം കൊടുത്തിരിക്കുന്നത്. The central government may prescribe the class or classes of companies and manner in which a member exercises rights
ടു വോട്ട് ബൈ ദി ഇലക്ട്രോണിക് മീൻസ്. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് കൃത്യമായിട്ട് അതിൻ്റെ എന്താണ് സ്പെസിഫിക്കേഷനും റൂൾസും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ തരത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഏതൊക്കെ ക്ലാസ്സിൽപ്പെട്ട കമ്പനികൾക്കാണ് ഏത് രീതിയിലായിരിക്കണം ഈ വോട്ടിംഗ് എക്സസൈസ് ചെയ്യുന്നത്, ഇലക്ട്രോണിക് മീൻസ് ഉപയോഗിച്ചുള്ള അതെല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ദെൻ മൂന്നാമത്തെ മെത്തേഡ് എന്താണ്? പോൾ. അപ്പം ആദ്യത്തെ ഒരു മെത്തേഡാണ് ഷോ ഓഫ് ഹാൻഡ്സ്, ദെൻ വോട്ടിംഗ് ത്രൂ ഇലക്ട്രോണിക് മീൻസ്, ആൻഡ് ദി തേർഡ് മെത്തേഡ് ഈസ് പോൾ. പോൾ ഈസ് എ മെത്തേഡ് ഓഫ് വോട്ടിംഗ് അഡോപ്റ്റഡ് ബൈ ദി മെമ്പേഴ്സ് അറ്റ് എ മീറ്റിംഗ്. ഇപ്പം പോൾ എന്ന് പറഞ്ഞാൽ എന്താ? അതും ഒരു മെത്തേഡാണ്. മീറ്റിങ്ങുകളിൽ മെമ്പേഴ്സിൻ്റെ ഒപ്പീനിയൻ അറിയുന്നതിന് വേണ്ടി അഡോപ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് പോൾ. അണ്ടർ ദിസ് മെത്തേഡ് ഈച്ച് മെമ്പർ ഹാസ് വോട്ട്സ് in proportion to his share of paid up equity capital of the company and not according to the number of shares held by him. ഇപ്പോൾ മെത്തേഡിൽ എന്താണ്? ഓരോ മെമ്പറിനും എത്ര ശതമാനം പെയ്ഡ് അപ്പ് ഇക്വിറ്റി ക്യാപിറ്റലാണോ അയാൾ ഓൺ ചെയ്യുന്നത്, ആ പെയ്ഡ് അപ്പ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ ഓണർഷിപ്പിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു പോളിൽ അയാളുടെ വോട്ടിംഗ് റൈറ്റ് തീരുമാനിക്കുന്നത്. Usually a member has one vote for each share held by him in a poll. A proxy can also vote on a poll depending on the share in the share capital of the company. അപ്പം ഒരു പോൾ ആണെങ്കിൽ എന്താ? പ്രോക്സീസ് ക്യാൻ ബി അപ്പോയിൻറ്റഡ്. ഇൻ പേഴ്സൺ ആകണമെന്നില്ല, മറ്റൊരാളെ പകരക്കാരനായിട്ട് വെച്ചും വോട്ടെടുപ്പിൽ പങ്കെടുക്കാം. അപ്പോൾ പ്രധാനമായിട്ടും ഓർത്തെടുക്കുന്നത് എന്താണ്? ഹിയർ വോട്ട്സ് ഇൻ പ്രൊപ്പോർഷൻ ടു ഷെയർ ഓഫ് ദി പെയ്ഡ് അപ്പ് ഇക്വിറ്റി ക്യാപിറ്റൽ ഓഫ് ദി കമ്പനി. അപ്പം ഒരു പെയ്ഡ് അപ്പ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൽ ഓരോ മെമ്പറിനെയും എത്ര പോർഷനാണോ ഉള്ളത് അല്ലെങ്കിൽ അയാളുടെ ഷെയർ എന്താണ്, അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അതിൻ്റെ ആ വോട്ടിൻ്റെ വെയിറ്റേജ് തീരുമാനിക്കുന്നത്. The next is voting through electronic means. The provision of voting through electronic means was introduced by the Companies Act 2013. ഇലക്ട്രോണിക് മീൻസ് ഉപയോഗിച്ച് വോട്ടിങ്ങിനുള്ള പ്രൊവിഷൻ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് 2013 കമ്പനീസ് ആക്ടിലാണ്. 2013 കമ്പനീസ് ആക്ടിന് ശേഷം കമ്പനികളെല്ലാം തന്നെ ഒരു ഇ വോട്ടിംഗ് ഫെസിലിറ്റി മെമ്പേഴ്സിന് കൊടുക്കാറുണ്ട്. നമുക്ക് ഇലക്ട്രോണിക് മീൻസ് ഉപയോഗിച്ച് അതിൻ്റെ ആ മോഷനെ കുറിച്ച് പഠിക്കാം. അതിനുശേഷം ഈ വോട്ടിംഗ് ഫെസിലിറ്റിയും ഉണ്ട്. അപ്പോൾ അത് ഈ വോട്ടിംഗ് ഒരു 3 ദിവസമോ 4 ദിവസമോ ഒക്കെ പീരീഡ് കാണും. അതിനുള്ളിൽ മെമ്പേഴ്സ് അവരുടെ ഒപ്പീനിയൻ അറിയിക്കേണ്ടതാണ്. ദി പ്രൊസീജിയർ ഫോർ ഇ വോട്ടിംഗ് ഗവേൺഡ് ബൈ ദി കമ്പനീസ് മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ റൂൾസ്. The rule mandates certain class of companies to provide their members facility for voting by electronic means at general meetings. The provisions are applicable to every listed company. ഈ വോട്ടിംഗ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യാൻ ലീഗലി ഓബ്ലിഗേഷൻ ഉള്ളത് ആദ്യമായിട്ട് എന്താണ്? എവരി ലിസ്റ്റഡ് കമ്പനി. ലിസ്റ്റഡ് കമ്പനി എന്താ? എ ലിസ്റ്റഡ് കമ്പനി ഈസ് എ കമ്പനി ഹൂസ് നെയിം അപ്പിയേഴ്സ് ഇൻ ദി ഒഫീഷ്യൽ ട്രേഡിംഗ് ലിസ്റ്റ് ഓഫ് എ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഒരു റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഒഫീഷ്യൽ ട്രേഡിംഗ് ലിസ്റ്റിൽ പേര് ഉൾപ്പെടുത്തപ്പെട്ടിരിക്കുന്ന കമ്പനികളാണ് ലിസ്റ്റഡ് കമ്പനികൾ. എല്ലാ ലിസ്റ്റഡ് കമ്പനികളും 2013 കമ്പനീസ് ആക്ട് പ്രകാരം ഈ വോട്ടിങ്ങിൻ്റെ ഫെസിലിറ്റി മെമ്പേഴ്സിന് പ്രൊവൈഡ് ചെയ്യണം. രണ്ടാമത്, എ കമ്പനി ഹാവിങ് നോട്ട് ലെസ് ദാൻ 1000 ഷെയർ ഹോൾഡേഴ്സ്. രണ്ടാമതെന്താ? ലിസ്റ്റഡ് കമ്പനി ആകണമെന്നില്ല, 1000-ൽ കൂടുതൽ ഷെയർ ഹോൾഡേഴ്സ് ഉള്ള എല്ലാ കമ്പനികളും ഷെയർ ഹോൾഡേഴ്സിന് ഈ വോട്ടിംഗ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യണം. 2013 കമ്പനീസ് ആക്ടിൽ പ്രത്യേകം പറഞ്ഞിരിക്കുന്നതാണത്. 2 types of e-voting is provided by the rules. E-voting which is physically supervised, then remote voting. റിമോട്ട് വോട്ടിംഗ് എന്താണ്? നമ്മളെന്താ ഓരോരുത്തരും അവരവരുടെ സ്ഥലത്തിരുന്നുകൊണ്ട് വോട്ടിങ്ങിൽ പങ്കെടുക്കുന്നു. എ മെമ്പർ മേ എക്സസൈസ് ഹിസ് റൈറ്റ് ടു വോട്ട് അറ്റ് എനി ജനറൽ മീറ്റിംഗ് by electronic means, and company may pass any resolution by electronic voting system in accordance with the provisions of the rule. Members holding demat shares and physical shares should given the opportunity to cast their e-vote. 2 തരത്തിലുള്ള ഷെയർ ഹോൾഡേഴ്സിനുമുണ്ട്. ഡിമാറ്റ് ഫോർമാറ്റിൽ ഷെയർ കൈവശം വെച്ചിരിക്കുന്നവരും ഷെയർ ഓൺ ചെയ്യുന്നവരും, ഫിസിക്കൽ ഫോമിൽ ഷെയർ ഓൺ ചെയ്യുന്നവർക്കും ഈ വോട്ടിങ്ങിനുള്ള ഫെസിലിറ്റി കമ്പനികൾ പ്രൊവൈഡ് ചെയ്തിരിക്കണം. Then, to facilitate e-voting, an internet-based e-voting platform is provided. The present NSDL, National Securities Depository Limited, and CDSL, Central Depository Service Limited, are the agencies which provides e-voting platform. അപ്പം ഈ വോട്ടിംഗ് പ്ലാറ്റ്ഫോം പ്രധാനമായിട്ടും പ്രൊവൈഡ് ചെയ്യുന്ന ഈ 2 ഏജൻസികളാണ്.
Then rules regarding e-voting. ഒന്നാമത്തെ എന്താ, സെക്യൂർ സിസ്റ്റം. ഫോർ ദി പർപ്പസ് ഓഫ് e-voting എ സെക്യൂർ സിസ്റ്റം ഷുഡ് ബി പ്രൊവൈഡഡ്. ഏറ്റവും സുരക്ഷിതമായ ഒരു സിസ്റ്റം വേണം പ്രൊവൈഡ് ചെയ്യാനായിട്ട്. സെക്യൂർ സിസ്റ്റം മീൻസ് ദി കമ്പ്യൂട്ടർ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ ആൻഡ് ദി പ്രൊസീജിയർ. സെക്യൂർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ, സെക്യൂർ സിസ്റ്റത്തിൽ കമ്പ്യൂട്ടർ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും പ്രൊസീജിയർ ദാറ്റ് are reasonably secure from unauthorized access and misuses. Unauthorized access or misuso സാധ്യമല്ലാത്ത ഒരു സിസ്റ്റം ആയിരിക്കണം. ഇപ്പം ഷെയർ ഹോൾഡേഴ്സിന് മാത്രമേ സിസ്റ്റത്തിൽ ആക്സസ് ചെയ്യാനും വോട്ട് കാസ്റ്റ് ചെയ്യാനുമുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടാകാൻ പാടുള്ളൂ. ദെൻ ബി, പ്രൊവൈഡ് എ റീസണബിൾ ലെവൽ റിലയബിലിറ്റി ആൻഡ് കറക്റ്റ് ഓപ്പറേഷൻ. സി, are reasonably suited to performing the intended functions. And D, adhere to generally accepted security procedures. ഇതാണ് സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നാല് പ്രൊവിഷൻസ് ആണുള്ളത്. Then the second provision is notice. The notice of the meeting shall be sent to all the members, auditors of the company and every director. ഇപ്പോൾ ഈ വോട്ടിംഗ് ഫസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികളിൽ മീറ്റിങ്ങിൻ്റെ നോട്ടീസ് എല്ലാ മെമ്പേഴ്സിനും ഓഡിറ്റേഴ്സിനും ഇവർ ഡയറക്ടർക്കും കൃത്യമായിട്ടും അറിയിപ്പ് കൊടുത്തിരിക്കണം. നോട്ടീസ് ഷാൽ ബി സെൻറ്റ് ഐദർ ബൈ രജിസ്റ്റേർഡ് പോസ്റ്റ് ഓർ സ്പീഡ് പോസ്റ്റ് ഓർ ത്രൂ ഇലക്ട്രോണിക് മീൻസ് ലൈക്ക് രജിസ്റ്റേർഡ് ഇമെയിൽ ID, ദെൻ ത്രൂ കൊറിയർ സർവീസ്. ഏറ്റവും എളുപ്പത്തിലും ഏറ്റവും വേഗത്തിലും ചെല്ലുന്ന ഏതെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉപയോഗിച്ച് ബൈ രജിസ്റ്റേർഡ് പോസ്റ്റ് ഓർ സ്പീഡ് പോസ്റ്റ് or through electronic means like registered email ID, then through courier service. ഇതിലെങ്കിലും ഏതെങ്കിലും ഒരു ഫെസിലിറ്റി ഉപയോഗിച്ച് എല്ലാ മെമ്പേഴ്സിനും എല്ലാ ഓഡിറ്റേഴ്സിനും എല്ലാ ഡയറക്ടേഴ്സിനും ഒരു മീറ്റിങ്ങിൻ്റെ നോട്ടീസ് കൊടുത്തിരിക്കണം. The notice shall also place on the website of the company and of the agency. It shall clearly mention that the business may be transacted through electronic voting system and that the company is providing facility for voting by electronic means. ആ നോട്ടീസിൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കണം കമ്പനി എന്താ ഇലക്ട്രോണിക് വോട്ടിംഗ് സിസ്റ്റവും അതിൻ്റെ ഫെസിലിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. The notice shall also indicate the process and manner for voting and the time schedule during which the votes may be cast. It should also provide the login ID and create a facility for generating password. എന്താ, ഒരു ഇലക്ട്രോണിക് വോട്ടിംഗ് പോസിബിൾ ആക്കുന്ന രീതിയിലുള്ള എല്ലാ ഫെസിലിറ്റിയും എല്ലാ ഇൻസ്ട്രക്ഷൻസും കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കണം. കൃത്യമായ അറിയിപ്പുകൾ കമ്പനി കൊടുത്തിരിക്കണം. ദി നോട്ടീസ് ഷാൽ ഇൻറ്റിമേറ്റ് that the facility for voting may be made available at the meeting and the members who have not already cast their votes by remote e-voting shall be able to exercise their right at the meeting. ഇനി ഈ വോട്ടിംഗ് എന്താ, നേരത്തെ ഈ വോട്ടിംഗ് ഫെസിലിറ്റി ഉപയോഗിക്കാത്ത ആളുകൾക്ക് മീറ്റിങ്ങിൽ പ്രസൻ്റ് ആണെങ്കിൽ ആ മീറ്റിങ്ങിൽ വെച്ച് തന്നെയും ഈ വോട്ടിംഗ് ഫെസിലിറ്റി ഉപയോഗിച്ച് വോട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം നോർമലി ഈ വോട്ടിംഗ് കൊടുക്കുകയാണെങ്കിൽ മീറ്റിങ്ങിന് മുമ്പ് തന്നെ ഈ വോട്ടിങ്ങിൻ്റെ ഒരു ഫെസിലിറ്റി കൊടുക്കും. ഒരു 2-3 ദിവസം ഈ വോട്ടിങ്ങിൻ്റെ ഓപ്പണിംഗ് ഡേറ്റും ക്ലോസിംഗ് ഡേറ്റും എല്ലാം അറിയിക്കും. അത് നോട്ടീസിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കും. ഇനി അതല്ല, ഈ ഒരു ഈ വോട്ടിംഗ് ഫെസിലിറ്റി വിനിയോഗിക്കാത്ത മെമ്പേഴ്സിന് ജനറൽ മീറ്റിങ്ങിൽ പ്രസൻ്റ് ആയിരിക്കുമ്പോഴും ഈ വോട്ടിംഗ് ഫെസിലിറ്റി ഉപയോഗിച്ച് വോട്ട് രേഖപ്പെടുത്താവുന്നതാണ്. ദെൻ മോറോവർ ദേ നീഡ് ടു ബി ഇൻഫോംഡ് ദാറ്റ് in spite of casting the vote by remote e-voting prior to the meeting, members may also attend the meeting. ഇനി മീറ്റിങ്ങിന് മുമ്പ് തന്നെ ഈ വോട്ടിംഗ് ഫെസിലിറ്റി ഉപയോഗിച്ചൊരു മെമ്പർ അയാളുടെ വോട്ട് കാസ്റ്റ് ചെയ്തിരുന്നാലും അയാൾക്ക് ആ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. റിമോട്ട് മീനിങ്ങിലൂടെ അല്ലെങ്കിൽ റിമോട്ട് മീൻസ് ഉപയോഗിച്ച് വോട്ട് ചെയ്തു എന്നുള്ളത് കൊണ്ട് മീറ്റിങ്ങിൽ പ്രസൻ്റ് ആകുന്നതിന് യാതൊരു തടസ്സവുമില്ല. ദെൻ it should also provide the login ID and create a facility for generating password. നമ്മളെന്താ അതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. Moreover, they need to be informed that in spite of casting the vote by remote e-voting prior to the meeting, മീറ്റിങ്ങിന് മുമ്പ് തന്നെ റിമോട്ട് മീൻസിലൂടെ ഈ വോട്ടിംഗ് നടത്തിയാലും അവർക്ക് ആ മീറ്റിങ്ങിൽ പ്രസൻ്റ് ആകുന്നതിനും അഭിപ്രായം പറയുന്നതിനും യാതൊരു തടസ്സവുമില്ല. However, they shall not be permitted to cast their vote again. ഒരിക്കൽ ഈ വോട്ടിംഗ് ഫെസിലിറ്റി ഉപയോഗിച്ച് വോട്ട് ചെയ്ത മെമ്പേഴ്സിന്
മീറ്റിങ്ങിൽ പ്രസൻ്റ് ആയിരിക്കുമ്പോഴെന്താ വീണ്ടും വോട്ട് ചെയ്യാനുള്ള ഒരു റൈറ്റ് ഇല്ല. ഒരിക്കൽ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വോട്ടിംഗ് റൈറ്റ് അവിടെ അവസാനിക്കും. ദെൻ മൂന്നാമത്തെ ഒരു പ്രൊവിഷനാണ് അഡ്വർടൈസ്മെൻറ്റ് ഇൻ ന്യൂസ് പേപ്പർ. The company shall cause an advertisement to be published at least 21 days before the date of the general meeting in a vernacular newspaper and in English language in an English newspaper. ഒരു കമ്പനി മീറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട അവിടെ ഈ വോട്ടിംഗ് ഫെസിലിറ്റി ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള മീറ്റിങ്ങുകളുടെ നോട്ടീസ് മീറ്റിംഗ് എന്നാണോ ഫിക്സ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ആ ഷെഡ്യൂൾഡ് ഡേറ്റിന് 21 ദിവസം മുമ്പ് ലോക്കൽ ലാംഗ്വേജ് പത്രങ്ങളിലും, ഇപ്പം കേരളത്തിലാണെങ്കിൽ മലയാളം ദിനപത്രത്തിലും കേരളത്തിൽ പ്രചാരത്തിലുള്ള ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിലും ആ മീറ്റിങ്ങിൻ്റെ നോട്ടീസ് പബ്ലിഷ് ചെയ്തിരിക്കണം. The advertisement should intimate about having sent the notice of the meeting and the following matters. Namely, a statement that the business may be transacted by e-voting. ഈ പത്രപരസ്യത്തിലും ഒരു നോട്ടീസ് പത്രത്തിൽ പരസ്യമായിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ പത്രപരസ്യത്തിൽ കൊടുക്കുന്ന നോട്ടീസും ക്ലിയർ ആയിട്ട് സ്റ്റേറ്റ് ചെയ്തിരിക്കണം. എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ദി ബിസിനസ് മേ ബി ട്രാൻസാക്റ്റഡ് ബൈ ഇ വോട്ടിംഗ്. ഈ വോട്ടിംഗ് ഫെസിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യം പ്രൊവൈഡ് ചെയ്യുന്ന കാര്യം ന്യൂസ് പേപ്പറുകളിൽ കൊടുക്കുന്ന പരസ്യങ്ങളിലും ഉൾപ്പെടുത്തിയിരിക്കണം. ദെൻ ബി ദ ഡേറ്റ് ഓഫ് കംപ്ലീഷൻ ഓഫ് സെൻഡിങ് ഓഫ് നോട്ടീസസ്, the date and time of the commencement of voting through electronic means. ഇലക്ട്രോണിക് മീൻസ് ഉപയോഗിച്ചാണ് വോട്ടിങ്ങിൽ അതിൻ്റെ വോട്ടിങ്ങിൻ്റെ ആരംഭ സമയവും അവസാന സമയവും പത്രപരസ്യങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കണം. The date and the time of end of voting through electronic means, the statement that voting shall not be allowed beyond such date and time. എല്ലാ നോട്ടീസും ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കണം. Website address of the company and agency, if any, where notice of the meeting is displayed. Then G, contact details of the person responsible to address the grievances connected with the electronic voting. ഇലക്ട്രോണിക് വോട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആരെയാണ് ബന്ധപ്പെടേണ്ടത്? ഈ പറയുന്ന എല്ലാ വിവരങ്ങളും ഈ വോട്ടിംഗ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മീറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പത്രപരസ്യത്തിലും ഉൾപ്പെടുത്തിയിരിക്കണം. Then the fourth point is duration of voting facility. The e-voting facility for remote e-voting shall remain open for not less than 3 days and shall close at 5 p.m. on the date preceding the date of general meeting. എന്താ ജനറൽ മീറ്റിങ്ങിന് മുമ്പുള്ള ദിവസം 5 മണിക്ക് ഈ ഒരു ഫെസിലിറ്റി അവസാനിക്കുന്നതായിരിക്കും. Then scrutinizer. The board of directors shall appoint one scrutinizer who may be chartered accountant. ഇത് സ്ക്രൂട്ടനൈസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ സ്ക്രൂട്ടനൈസിങ് ഓഫീസറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യണം. ഹി ക്യാൻ ബി എ ചാർട്ടേഡ് അക്കൗണ്ടന്റ്, കോസ്റ്റ് അക്കൗണ്ടന്റ്, ഓർ കമ്പനി സെക്രട്ടറി ഇൻ പ്രാക്ടീസ്, ഓർ an advocate. The scrutinizer shall be a person of repute who, in opinion of the board, can scrutinize the e-voting process in a fair and transparent manner. He shall not be an employee of the company. e-voting ഫെസിലിറ്റി സ്ക്രൂട്ടനൈസ് ചെയ്യുന്ന ഒരു എംപ്ലോയി ആകാൻ പാടില്ല. He must be either a chartered accountant or cost accountant or a company secretary who is in practice. Then counting. At the general meeting, once the discussion on the resolution on which voting is to be held is over, the chairman shall allow voting as provided in the rules with the assistance of the scrutinizer by use of ballot or polling paper or by using an electronic voting system for all those members who presented the general meeting except for those who are availed remote e-voting facility. For general meetingil required discussion ശേഷം ചെയർമാൻ എന്താണ് മീറ്റിങ്ങിൽ പ്രസന്റ് ആയിരിക്കുന്നവർക്ക് ഒന്നെങ്കിൽ പേപ്പർ ബാലറ്റിലൂടെയോ അല്ലെങ്കിൽ ഈ വോട്ടിങ്ങിലൂടെയോ വോട്ട് ചെയ്യാനുള്ള ഒരവസരം കൊടുക്കും. മുൻകൂട്ടി നേരത്തെ വോട്ട് ചെയ്തവർക്ക് ഈ വോട്ടിംഗ് ഫെസിലിറ്റി വിനിയോഗിച്ചവർക്ക് even though they are present in the meeting, they will not get an opportunity to vote again. വീണ്ടും വോട്ട് ചെയ്യാൻ റൈറ്റ് കിട്ടില്ല. After the conclusion of voting at the general meeting, the scrutinizer shall immediately first count the votes cast at the meeting. ആദ്യം എന്താ മീറ്റിങ്ങിൽ കാസ്റ്റ് ചെയ്ത വോട്ടുകൾ ആദ്യം കൗണ്ട് ചെയ്യും. Thereafter unblock the votes cast through remote e-voting in the presence of at least 2 witnesses. അതിനുശേഷം എന്താണ് നേരത്തെ തന്നെ ഈ വോട്ടിംഗ് ഉപയോഗിച്ച് വോട്ട് ചെയ്തിരിക്കുന്നത് അത് അൺലോക്ക് ചെയ്യുകയും അത് കൗണ്ട് ചെയ്യുകയും ചെയ്യും. ഈ കൗണ്ടിങ് സമയത്ത് എന്താ 2 സാക്ഷികൾ ഉണ്ടാകണം. ഇൻ ദി പ്രസൻസ് ഓഫ് 2 വിറ്റ്നസ്സസ് ആണ്.
Thereafter, scrutinizers shall give a consolidated report specifying the total vote cast in favor against, if any, not later than 3 days of the conclusion of meeting. അപ്പോൾ മീറ്റിംഗ് കൺക്ലൂഡ് ചെയ്ത് 3 ദിവസത്തിനുള്ളിൽ ഈ വോട്ടിങ്ങിലൂടെയുള്ള വോട്ടുകളും മീറ്റിങ്ങിൽ പ്രസൻ്റ് ആയിരിക്കുന്നവരുടെ വോട്ടുകളും രണ്ടും കൂടി ടോട്ടൽ ചെയ്തിട്ട് മോഷന് ഇൻ ഫേവർ എത്ര വോട്ട് കിട്ടി, എഗൻസ്റ്റ് എത്ര വോട്ട് കിട്ടി, അത് ഡിക്ലെയർ ചെയ്യും. ഇതിൻ്റെ ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്ന എന്താണ്, ചെയർമാന് കൊടുക്കും. Then, if not later than 3 days, the scrutinizer shall give a consolidated report specifying the total vote cast in favor or against, if any, not later than 3 days of conclusion of the meeting to the chairman. Then, or a person authorized by him in writing who shall countersign the same. The chairman or a person authorized by him in writing shall declare the result of the voting forthwith. അതിനുശേഷം എന്താണ് അതിൻ്റെ ചെയർമാനോ അല്ലെങ്കിൽ ചെയർമാൻ അപ്പോയിൻറ്റ് ചെയ്യുന്ന ഓതറൈസ് ചെയ്യുന്ന ഒരാളോ ഇതിൻ്റെ ഒരു റിസൾട്ട് റൈറ്റിങ്ങിൽ ഡിക്ലെയർ ചെയ്യും. അപ്പോൾ ഈ വോട്ടിങ്ങിൻ്റെയും അതുപോലെ ഈ മോഷന് അനുകൂലമായിട്ട് വന്നിരിക്കുന്ന എല്ലാ വോട്ടുകളും കൗണ്ട് ചെയ്തിട്ട് റിസൾട്ട് ഡിക്ലെയർ ചെയ്യും. Then register of votes. The scrutinizer shall maintain a register of either manually or electronically to record the assent and dissent. ഇപ്പോൾ ഒരു രജിസ്റ്റർ ഓഫ് വോട്ട്സ് വേണം. ആ രജിസ്റ്റർ ഓഫ് വോട്ട്സിൽ ഒരു മോഷന് അനുകൂലമായിട്ട് എത്ര വോട്ട് കിട്ടി, ആ മോഷനെ എതിർക്കുന്ന എത്ര വോട്ടുണ്ടായത് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്തിരിക്കണം. Then publication of result in the website. The results declared along with the report of the scrutinizer shall be placed on the website of the company. ഒരു ഇ വോട്ടിംഗ് മെത്തേഡ് ആണെങ്കിൽ ആ വെബ്സൈറ്റിൽ അതിൻ്റെ ഇ വോട്ടിങ്ങിൻ്റെ റിസൾട്ട് മീറ്റിങ്ങിന് ശേഷം ചെയർമാൻ്റെ ഡിക്ലറേഷന് ശേഷം വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിരിക്കണം. കമ്പനിയുടെ വെബ്സൈറ്റിൽ, ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിരിക്കണം. The results declared along the report of the scrutinizer shall be placed on the website of the company, if any, and on the website of the agency immediately after the result is declared by the chairman. However, in case of listed companies, ഇവിടെയും ലിസ്റ്റഡ് കമ്പനികൾ വരുന്നുണ്ട്. ലിസ്റ്റഡ് കമ്പനി എന്താ? A listed company is a company whose name appears in the official trading list of a recognized stock exchange. അപ്പം അങ്ങനെയുള്ള ലിസ്റ്റഡ് കമ്പനികളാണ് എങ്കിൽ, so however in the case of listed companies, the respective companies shall be required to simultaneously forward the results to the concerned stock exchange or stock exchanges. ഏത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഏതൊക്കെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലാണ് ഒരു കമ്പനിയുടെ പേര് ട്രേഡിംഗ് ലിസ്റ്റ് അപ്പിയർ ചെയ്യുന്നത്, ആ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെയും ഈ വിവരം അറിയിച്ചിരിക്കണം, അതിൻ്റെ റിസൾട്ട് അറിയിച്ചിരിക്കണം. Where these equity shares are listed and such stock exchanges shall place the result on it or their website. അപ്പോൾ എന്താ, കമ്പനിയുടെ വെബ്സൈറ്റിലും ലിസ്റ്റഡ് കമ്പനികളാണെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വെബ്സൈറ്റിലും ആ ഒരു പർട്ടിക്കുലർ മോഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിസൾട്ട് പബ്ലിഷ് ചെയ്തിരിക്കണം. Then the 9th point is passing of resolution. Subject to receipt of the sufficient votes, the resolution shall be deemed to be passed on the date of the relevant general meeting of the members. എന്താണ് ഇത്രയും പോയിന്റുകൾ, ഈ നമ്മൾ ഡിസ്കസ് ചെയ്ത 9 പോയിന്റുകൾ എന്താണ്, ഈ വോട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റുകളാണ്. ഈ വോട്ടിംഗ്, അപ്പോൾ അത് ഈ വോട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന എന്താ, റൂൾസ് റിഗാർഡിംഗ് ഈ വോട്ടിംഗ്, ഇലക്ട്രോണിക് വോട്ടിങ്ങിനെ ഗവേൺ ചെയ്യുന്ന പ്രധാനപ്പെട്ട റൂൾസ് എന്തൊക്കെയാണ്. ഇത് വോട്ടിംഗ് ത്രൂ ഇലക്ട്രോണിക് മീൻസ് ആ ഒരു പോയിന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് ഡിസ്കഷൻ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക്സ് ഫോർ ലിസണിങ് ദിസ് വീഡിയോ.